Good morning, dears. This is Design Hybrid Campus. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജീഷ്. സോ വെൽക്കം ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിലെ NAVS+2 വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ നമുക്കൊരു ഓപ്ഷണൽ മൊഡ്യൂൾസ് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ എക്സാമിന് ഏകദേശം ഒരു 10, 15, 20 മാർക്കോളം നമ്മുടെ ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ ഏകദേശം 15 മാർക്കോളം നമുക്ക് എന്താണ് ഓപ്ഷണൽ മൊഡ്യൂൾസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്താണ് 2 ഓപ്ഷണൽ മൊഡ്യൂൾ 1ഉം 2ഉം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് രണ്ടും നമ്മൾ എഴുതണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ടും എഴുതണ്ട. നിങ്ങൾ ഓപ്ഷൻ മൊഡ്യൂൾ 1 ആണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ 1ലെ മാത്രം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓപ്ഷൻ മൊഡ്യൂൾ 2 ആണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ 2ലെ മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. 2 ഇപ്പോൾ രണ്ട് മിക്സ് ആക്കിയിട്ടാവും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ 1 ആണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഓപ്ഷൻ മൊഡ്യൂൾ 1ൽ ഇപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? റിസപ്ഷനിസ്റ്റ് വരുന്നുണ്ട്, മാനേജിങ് എ ടെലിഫോൺ വരുന്നുണ്ട്, അനലൈസിങ് ടേൺസ് ഇൻസ് ടു ടെലിഫോൺ വരുന്നുണ്ട്, കൺട്രോളിങ് സ്ട്രാറ്റജീസ് ആൻഡ് ഔട്ട് ഗോയിങ് കോൾസ് വരുന്നുണ്ട്, എയ്ഡ്സ് ഫോർ എ റിസപ്ഷനിസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ 5 ചാപ്റ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷൻ മൊഡ്യൂൾ 2ലും വരുന്നുണ്ട്. ഓപ്ഷൻ മൊഡ്യൂൾ 2ലും നമുക്ക് ഇതേപോലെ ഒരു 5ഓളം ചാപ്റ്റർ വരുന്നുണ്ട്. പക്ഷേ നമ്മളെന്താണ് ഇത് ഫുള്ള് പഠിക്കേണ്ട, ഇതിലും നമുക്ക് ഫോക്കസ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫോക്കസ് ഏരിയയിൽ വരുന്നൊരു ചാപ്റ്ററാണ് ഞാനിന്ന് എടുക്കുന്നത്. ഓപ്ഷൻ മൊഡ്യൂൾ 1ലെ ചാപ്റ്ററാണ് ഞാനിന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള ചാപ്റ്ററാണ് റിസപ്ഷനിസ്റ്റ് ഡെസ്ക് ആൻഡ് യു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് റിസപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവർക്കും ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും, ഒരു ഹോട്ടലിലാണെങ്കിലും, ഒരു ഓഫീസിലാണെങ്കിലും, ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും, ഒരു ജ്വല്ലറിയിലാണെങ്കിലും, ഒരു ടെക്സ്റ്റൈൽസിലാണെങ്കിലും ഒക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു പേരാണ് റിസപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ. എന്താണ് റിസപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഓഫീസിലുള്ള ആളുകൾ അല്ലേ. നമ്മുടെ ഫ്രണ്ട് ഓഫീസിനെയാണ് നമ്മൾ ഇതിൽ ശരിക്കും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓർഗനൈസേഷൻ ആർ റൺ ബൈ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ബൈ എ ടീം ആൻഡ് ദ റിസപ്ഷൻ ഈസ് എ മെമ്പർ ഓഫ് ദാറ്റ് ടീം. എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് കൂടിയിട്ടാണ് ഇത് റൺ ചെയ്യുന്നത് ഉണ്ടാവുക അല്ലേ. ആ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പറിൽ ഒരാളാണ് ആര്? റിസപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദ റിസപ്ഷൻ വർക്ക്സ് ഇൻ വാട്ട് ഈസ് കാൾഡ് ദ ഫ്രണ്ട് ഓഫീസ്. റിസപ്ഷൻ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്രണ്ട് ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഫ്രണ്ട് ഓഫീസാണ് റിസപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഹാവ് എ ഡയറക്റ്റ് ആൻഡ് പേഴ്സണൽ കോൺടാക്ട് വിത്ത് ഓൾ ഗസ്റ്റ് ആൻഡ് വിസിറ്റേഴ്സ്. ഒരു ഫ്രണ്ട് ഓഫീസിലെ, ഒരു ഓഫീസിലെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ, ഒരു ടെക്സ്റ്റൈൽസിലെ, ഒരു ജ്വല്ലറിയിലെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റുകളെ ആയിട്ട് അവരുടെ വിസിറ്റേഴ്സിനെ ആയിട്ട് എന്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ ഭംഗിയായിട്ട് വളരെ മാന്യമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? വെൽക്കം ചെയ്യണം, അവരെ ഡീൽ ചെയ്യണം എന്നാണ് പറയുന്നത്. ദിസ് മേക്സ് ദ റിസപ്ഷൻ ഡെസ്ക് ആൻഡ് ഫോക്കൽ പോയിന്റ് ഓഫ് എനി ഓർഗനൈസേഷൻ. എന്താണ് ഏതൊരു ഓർഗനൈസേഷൻ്റെയും ഒരു ഫോക്കൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? ഇത് തന്നെയാണ്. റിസപ്ഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് വേണം? അവിടെ റിസപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രണ്ട് ഓഫീസാണ്. ഈ ഫ്രണ്ട് ഓഫീസിലുള്ള ആളുകൾക്ക് എന്ത് വേണം? നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട്, നമ്മുടെ വിസിറ്റേഴ്സുമായിട്ട് ഒക്കെ എന്താണ് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കണം. നല്ലൊരു ഒരു ബന്ധം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഒരു ജ്വല്ലറിയിലോ ഒരു ടെക്സ്റ്റൈൽസിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ആ റിസപ്ഷനിലുള്ള ആളുകളെയാണ് അവരെങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വീണ്ടും അവിടേക്ക് പോകണോ അല്ലെങ്കിൽ വേണ്ടേ, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയോ ഇല്ലയോ ഒക്കെ നമ്മളെന്താ പറയുന്നത്, നമ്മൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പറയും ഒരു ടെക്സ്റ്റൈൽസ് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മെറ്റീരിയൽ നല്ലതാണ്, അല്ലെങ്കിൽ അവിടെ എത്ര നല്ല സാധനങ്ങളാണെങ്കിലും നമ്മളെന്താ പറയുക അവിടേക്ക് പോകണ്ട, അവിടുത്തെ കസ്റ്റമർ സർവീസ് നല്ലതല്ല എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ റിസപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു കസ്റ്റമർ സർവീസ് കൊടുക്കുന്ന ആളുകളാണ്, നല്ല കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധമുള്ള നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഫ്രണ്ടിലുള്ള ആളുകൾ, ഫ്രണ്ട് ഓഫീസിലുള്ള ആളുകൾ. നമ്മൾ ഫസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ചെന്നിട്ടാണ് കാര്യങ്ങൾ അന്വേഷിക്കുക. എവിടെയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ്, എവിടെയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ്, എവിടെയാണ് അല്ലെങ്കിൽ ഈ റൂം എവിടെയാണ്, ഇന്ന ഫ്ലോർ എവിടെയാണ്, ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് നമുക്ക് ഏത് ഫ്ലോറിലാണ് കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ചെന്ന് ചോദിക്കുക. എവിടെയാണ്? റിസപ്ഷനിലാണ് നമ്മൾ ചെന്ന് ചോദിക്കുക. എന്ത് കാര്യം, എന്തൊരു എൻക്വയറി ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ചെന്ന് ചോദിക്കുന്നത് എവിടെയാണ്? റിസപ്ഷനിലാണ് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് റിസപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? റിസപ്ഷനിസ്റ്റുകൾ ഫ്രണ്ട് ഓഫീസിലെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ ഫ്രണ്ട് ഓഫീസിലുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്തായിരുന്നു?
യൂഷ്വലി ദ ഡ്യൂട്ടീസ് ഓഫ് എ റിസപ്ഷനിസ്റ്റ് ആർ ടു. ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ ഡ്യൂട്ടീസ് ആണ് പറയാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ ഡയറക്റ്റായിട്ട് റിസപ്ഷനിസ്റ്റിൻ്റെ ഡ്യൂട്ടീസ് എഴുതാനൊന്നും ആയിരിക്കില്ല പറയുക. 4 ഓപ്ഷൻസ് തരും. ഇതിൽ റിസപ്ഷനിസ്റ്റിൻ്റെ ഡ്യൂട്ടീസ് അല്ലാത്തത് തിരഞ്ഞെടുത്ത് എഴുതാൻ പറയും. ഇതിൽ റിസപ്ഷനിസ്റ്റിൻ്റെ ഡ്യൂട്ടി ഉള്ളത് ഏതാണ്, ഇതിൽ റിസപ്ഷനിസ്റ്റിൻ്റെ ഡ്യൂട്ടി ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് എഴുതാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? ഇവരുടെ ഡ്യൂട്ടീസ് മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഡ്യൂട്ടീസ് ഓഫ് എ റിസപ്ഷനിസ്റ്റ് ആണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. വെൽക്കം ദ ഗസ്റ്റ് ആൻഡ് വിസിറ്റേഴ്സ് ആൻഡ് ഓഫർ ദം ഹെൽപ്പ്. എന്താണ് നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കസ്റ്റമറിനെ, നമ്മുടെ വിസിറ്റേഴ്സിനെ, നമ്മുടെ അടുത്തേക്ക് വരുന്ന ഗസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം, വെൽക്കം ചെയ്യണം. എന്നിട്ട് എന്ത് പറയണം? ഓഫർ ദം ഹെൽപ്പ്. എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ഒരു ഫോണിൻ്റെ ഒരു എയർടെലിൻ്റെ ഒക്കെ ഇതിക്ക് കസ്റ്റമർ കെയർക്ക് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത് എങ്ങനെ ചോദിക്കുമല്ലോ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്താ ചോദിക്കേണ്ടത്? ആദ്യം അവരെ വെൽക്കം ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആവശ്യം എന്താണ് എന്ന് നമ്മൾ വളരെ പൊളൈറ്റായിട്ട് റിസപ്ഷനിസ്റ്റ് എന്ത് ചെയ്യണം? ചോദിക്കണം. ദെൻ ആൻസർ ടെലിഫോൺ എഫക്റ്റീവ്ലി. അവർക്ക് വരുന്ന ടെലിഫോൺ കോളുകൾ വളരെ എഫക്റ്റീവായ രീതിയിൽ എന്ത് ചെയ്യണം? അവർ ആൻസർ ചെയ്യണം. വളരെ എഫക്റ്റീവായ രീതിയിൽ. കാരണം അവർ ഫോൺ ചെയ്യുന്ന സമയത്ത് എവിടെ നിന്നാണ്, എന്തിനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും വളരെ എഫക്റ്റീവ്. അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായ രീതിയിൽ, വളരെ ഒഫീഷ്യലായ ഭാഷയിൽ നമ്മൾ എന്ത് ചെയ്യണം? മറുപടി പറയണം. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഡ്യൂട്ടി എന്താ പറയുന്നത്? ആൻസർ ടെലിഫോൺ കോൾസ് എഫക്റ്റീവ്ലി. നല്ല രീതിയിൽ അവിടുത്തെ ടെലിഫോൺ കോളുകൾ നമ്മൾ ആൻസർ ചെയ്യണം. ദെൻ അറ്റൻഡ് ടു റൂട്ടീൻ എൻക്വയറീസ്. എന്താണ്? ദിവസവും അവർക്ക് വരുന്ന എൻക്വയറികൾ അവരെന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. ദിവസവും അവർക്ക് ഒരുപാട് എൻക്വയറീസ് വരും അവർക്ക്. ആ എൻക്വയറീസ് ഒക്കെ അവരെന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. അത് എങ്ങനെ ചെയ്യണം? വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവരെന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ ടേക്ക് ഡൗൺ മെസ്സേജസ് ലെഫ്റ്റ് ബൈ വിസിറ്റേഴ്സ് ആൻഡ് കോളേഴ്സ് ആൻഡ് പാസ് ദം ഓൺ ടു ദ റൈറ്റ് പേഴ്സൺ ആസ് സൂൺ ആസ് പോസിബിൾ. എന്താണ്? ഇപ്പോൾ നമ്മൾക്ക് വിളിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റാണെന്ന് വിചാരിക്കുക. ആ റിസപ്ഷനിസ്റ്റ് വിളിക്കുന്ന സമയത്ത് നമ്മളോട് ഇപ്പോൾ ഒരാൾ കോൾ ചെയ്തിട്ട് പറയണേ ഇന്ന നമ്പർ റൂമിലുള്ള ആളുകൾക്ക് ഈ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ആളുകൾ, ഇപ്പോൾ നമ്മളിവിടെ ഡിസോണിലേക്ക് തന്നെ വിളിക്കാമെന്ന് വിചാരിക്കുക, ഹൈബ്രിഡിലേക്ക് വിളിക്കാമെന്ന് വിചാരിക്കുക. ഹൈബ്രിഡിലേക്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് വിളിച്ചു. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യോളജി എടുക്കുന്ന വാസില മിസ്സിനെ വേണം, അല്ലെങ്കിൽ ഹിസ്റ്ററി എടുക്കുന്ന ആഷിഫ് സാറോട് എനിക്കൊരു മെസ്സേജ് പാസ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ സാറോട് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ സാറെ വിളിക്കാം, അല്ലെങ്കിൽ എനിക്ക് സാറിനോട് ഇന്ന മെസ്സേജ് കൊടുക്കാനുണ്ട്, എനിക്ക് സാറിൻ്റെ ഐസ്പീക്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ റിസപ്ഷനിസ്റ്റ് എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ആ ഒരു ഇൻഫർമേഷൻ നമ്മളവർക്ക് ഈ ആരോടാണോ പറഞ്ഞത്, ആർക്കാണോ മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞത്, അവർക്ക് നമ്മളത് പാസ് ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ നോട്ട് ഡൗൺ ദ മെസ്സേജസ്, മേക്ക് ബുക്കിംഗ്സ്, റിസർവേഷൻസ്, ക്യാൻസലേഷൻ ആൻഡ് പ്ലാൻ സ്കെഡ്യൂൾസ്. എന്താ പറയുന്നത്? നമ്മളെപ്പോഴും തരുന്ന മെസ്സേജുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, ബുക്കിങ്ങുകൾ നോട്ട് ചെയ്ത് വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ബുക്ക് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ ഒരു ഹോട്ടലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുറികൾ ബുക്ക് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഫിലിം ടിക്കറ്റുകളൊക്കെ നമ്മൾ ബുക്ക് ചെയ്യും. അതേപോലെ തന്നെ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യും, ഫ്ലൈറ്റ് ടിക്കറ്റുകളൊക്കെ നമ്മൾ ബുക്ക് ചെയ്യും അല്ലേ, എങ്ങനെ വിളിച്ചിട്ട്. അപ്പോൾ ഈ ബുക്കിങ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ദെൻ റിസർവേഷൻ നമ്മൾ ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ റിസർവേഷൻ എടുക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള റിസർവേഷൻസ് നമ്മൾ എഴുതി വെക്കണം. ക്യാൻസലേഷൻസ്, നമ്മൾ ആരെങ്കിലും ഇപ്പോൾ റൂം വെക്കേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും മെറ്റീരിയൽ എടുത്തിട്ട് അത് വേണ്ടാന്ന് വെക്കുന്നതോ ഒക്കെ, അത്തരത്തിലുള്ള ക്യാൻസലേഷൻസും എന്ത് വേണം? നമ്മൾ റിസപ്ഷനിസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ആൻഡ് പ്ലാൻസ് ഷെഡ്യൂൾ ചെയ്തിട്ട് എന്ത് വേണം? പ്ലാനുകൾ എന്ത് ചെയ്യണം? ഷെഡ്യൂൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ലാസ്റ്റ് പറയുന്നത് ഹെൽപ്പ് ദ ഗസ്റ്റ് വിസിറ്റേഴ്സ് വിത്ത് എനി ക്വറീസ് ഓർ എനി പ്രോബ്ലം മേ അറൈസ്. എന്താണ്? നമ്മുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്ത് കൊടുക്കണം. ദോ all the receptionists have much in common. Their specific duties may vary from organization to organization. എന്താണ്? ഓരോ റിസപ്ഷനിസ്റ്റും ഓരോ ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് തന്നെ അവരുടെ ഡ്യൂട്ടീസിലും അവരുടെ കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ റിസപ്ഷനിസ്റ്റിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഒരു വെൽക്കം ചെയ്യണം, എങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. ദെൻ ആൻസർ ദ കോൾ എഫക്റ്റീവ്ലി. ദെൻ അറ്റൻഡ് റൂട്ടീൻ എൻക്വയറീസ്, ദിവസം വരുന്ന എൻക്വയറീസ് നോക്കണം. ദെൻ ടേക്ക് ഡൗൺ ദ മെസ്സേജസ് ആൻഡ് ലെഫ്റ്റ് ബൈ ദ വിസിറ്റേഴ്സ് ആൻഡ് കോളേഴ്സ്, പാസ് ദം ഓൺ ടു ദ റൈറ്റ് പേഴ്സൺ ആസ് സൂൺ ആസ് പോസിബിൾ. എന്താണ്? ഒരു കോള് വരികയോ മെസ്സേജ് വരികയോ ചെയ്താൽ അത് ആർക്കാണോ വന്നത് അവർക്കത് നമ്മൾ കറക്റ്റായിട്ട്
എത്തിക്കണം. ദെൻ നോട്ട് ഡൗൺ ദ മെസ്സേജസ്, മേക്ക് ബുക്കിങ്സ്, റിസർവേഷൻസ്, ക്യാൻസലേഷൻസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് വിസിറ്റേഴ്സിന് എന്തെങ്കിലും ക്വറീസോ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. ദെൻ അടുത്ത് പറയുന്നത് ഒരു റിസപ്ഷനിസ്റ്റ് കയ്യിൽ വെച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഒരു റിസപ്ഷനിസ്റ്റ് കീപ്പ് ഹാൻഡി, എന്താണ് ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ കയ്യിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങളെയാണ് അടുത്തത് പറയുന്നത്. ഒന്ന് ടെലിഫോൺ ഡയറക്ടറി. ഒരു ടെലിഫോൺ ഡയറക്ടറി എന്തായാലും ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ കയ്യിൽ വേണം. എല്ലാ നമ്പറുകളുള്ള ഒരു ടെലിഫോൺ ഡയറക്ടറി വേണം. ആൻഡ് ഇൻറ്റേർണൽ ടെലിഫോൺ ഡയറക്ടറി. ഇൻറ്റേർണൽ ടെലിഫോൺ ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈബ്രിഡിലാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡിൻ്റെ ഉള്ളിലുള്ള ആളുകളുടെ, അവിടുത്തെ സ്റ്റാഫുകളുടെ, അല്ലെങ്കിൽ ആ ഹൈബ്രിഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ നമ്പറുകളെല്ലാം ഉള്ള ഒരു ടെലിഫോൺ, ഒരു ഇൻറ്റേർണൽ ടെലിഫോൺ ഡയറക്ടറി വേണം. ദെൻ ആൻ ഇൻഡെക്സ് ബുക്ക് ഓഫ് ടെലിഫോൺ നമ്പേഴ്സ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ്. എന്താണ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്പറുകളുടെ എന്താണ് ഒരു ഇൻഡെക്സ് ബുക്ക് നമുക്ക് വേണം. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്പറുകളുടെ ഒരു ബുക്ക് വേണം നമ്മുടെ കയ്യിൽ. ദെൻ നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് എ ഹോട്ടൽസ് നിയർ ബൈ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടൽസുകളുടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ എന്ത് വേണം, നെയിംസും അഡ്രസ്സും നമ്മുടെ കയ്യിൽ വേണം. നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് ഹോട്ടൽസ് നിയർ ബൈ. നമ്മുടെ തൊട്ടടുത്തുള്ള ഹോട്ടലുകളുടെ ഒക്കെ അഡ്രസ്സും നെയിംസും ഒക്കെ നമ്മുടെ കയ്യിൽ വേണം. ദെൻ എന്താ പറയുന്നത്, ഇൻഫർമേഷൻ അബൌട്ട് പ്ലേസസ് ഓഫ് ടൂറിസ്റ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ലോക്കൽ സൈറ്റ് സീയിങ് ടൂർസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ടൂറിസ്റ്റ് സെൻറ്ററുകളുടെ, ലോക്കൽ സൈറ്റ് സീയിങ് സെൻറ്ററുകളുടെ ഒക്കെ ഇൻഫർമേഷൻസ് നമ്മുടെ കയ്യിൽ വേണം. റെയിൽവേ ടൈം ടേബിൾ വേണം. ഫ്ലൈറ്റ് സ്കെഡ്യൂൾസ് വേണം, ഫ്ലൈറ്റിൻ്റെ സ്കെഡ്യൂൾസുകൾ വേണം. ദെൻ ഫോംസ് ആൻഡ് ബ്രോഷേഴ്സ് ലൈക്ക് റിസർവേഷൻ വൗച്ചേഴ്സ്, സി ഫോംസൊക്കെ നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ കയ്യിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. കയ്യിൽ വെച്ചിരിക്കേണ്ട, കയ്യിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് ഒരു റിസപ്ഷനിസ്റ്റ് എന്ന്. റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓഫീസ് വർക്ക് ചെയ്യുന്നവരാണ്. ഫ്രണ്ട് ഓഫീസിലുള്ള വർക്കേഴ്സിനെയാണ് നമ്മൾ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഡ്യൂട്ടീസും അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷുവറായിട്ട് ഈ ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് ചോദിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക, കാര്യമായിട്ട് പഠിച്ച് വെക്കേണ്ടത് ഡ്യൂട്ടീസ് ഓഫ് എ റിസപ്ഷനിസ്റ്റ്, അതുപോലെ തന്നെ ഒരു റിസപ്ഷനിസ്റ്റ് കയ്യിൽ കരുതേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുമാണ് കാര്യമായിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ അത് പഠിച്ച് വെക്കുക, നന്നായിട്ട് എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് നടത്തുക. ഈ ഒരു ചാപ്റ്റർ നമ്മുടെ എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്നൊരു ചാപ്റ്ററാണ്. സോ അപ്പോൾ അന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ താങ്ക് യു.